വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത് 2024 ജനുവരി തൊട്ട് മെയ് മാസം വരെ PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കാം. പാലക്കാട് ജില്ലയിൽ കണ്ടെത്തിയ 70 വർഷം പഴക്കം ചെന്ന ലിഖിതമാണ് വട്ടെഴുത്ത്. ഈ അടുത്ത കാലത്ത് പാലക്കാട് ജില്ലയിൽ കണ്ടെത്തിയ 70 വർഷം പഴക്കമുള്ള ലിഖിതത്തിന്റെ പേരാണ് വട്ടെഴുത്ത്. 2024 ഫോബ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് നിഖിൽ കാമത്ത്. 2024 ഫോബ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് നിഖിൽ കാമത്ത്. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖത്തിന്റെ പേരെന്ത്? കാങ്കസാന്തുറേ. എന്താണ്? കാങ്കസാന്തുറേ. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖത്തിന്റെ പേരാണ് കാങ്കസാന്തുറേ തുറമുഖം. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. 71ാമത്തെ മിസ് വേൾഡ് കിരീടം നേടിയത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവ. 71ാമത്തെ മിസ് വേൾഡ് കിരീടം നേടിയത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവ. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ഒരു രാജ്യാന്തര പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് ലോൺലി പ്ലാനറ്റ്. ഈ ലോൺലി പ്ലാനറ്റ് കണ്ടെത്തിയ സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നാണ് വർക്കല പാപനാശം ബീച്ച്. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? വർക്കല പാപനാശം ബീച്ചിനെയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമിന്റെ പേരാണ് കൃത്രിം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴൽ. ഏതാ? അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആരാണ്? PK രാധാമണി. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് PK രാധാമണി. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുന്നു. ഏതാണ് കടൽപ്പാലം? മുംബൈയിലെ അടൽ സേതു. ഇതിന് 21.8 കിലോമീറ്റർ നീളമുണ്ട്. അതിൽ 16.8 കിലോമീറ്ററും കടലിന്റെ മുകളിൽ കൂടെയാണ്. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ ഏതാണ്? മുംബൈയിലെ അടൽ സേതു കടൽപ്പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര AI ഉച്ചകോടി നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര AI ഉച്ചകോടി എവിടെയാണ്? ന്യൂഡൽഹി. ഒന്നും കൂടെ പറയാം. പാലക്കാട് ജില്ലയില് 70 വർഷം പഴക്കമുള്ള ഒരു ലിഖിതം കണ്ടെടുത്തി. ലിഖിതത്തിന്റെ പേരാണ് വട്ടെഴുത്ത് ലിഖിതം. 2024 ഫോബ്സ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് നിഖിൽ കാമത്ത്. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് കാങ്കസാന്തുറേ തുറമുഖം. മലയാളത്തിൽ ആദ്യമായിട്ട് 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. 71ാമത്തെ മിസ് വേൾഡ് കിരീടം നേടിയത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയാണ്. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി പ്രഖ്യാപിച്ചത് വർക്കലയിലെ പാപനാശം ബീച്ചിനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് PK രാധാമണി. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുന്നു. ഏതാണ് കടൽപ്പാലം? മുംബൈയിലെ അടൽ സേതു ആണത്. 29 രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര AI ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. ഇത് ഞാൻ പറഞ്ഞു 2024 ജനുവരി മുതൽ മെയ് മാസം വരെ PSC ബുള്ളറ്റിനിൽ കണ്ടിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഞാൻ എടുത്തതാണ്. ഇതിന് മുൻപത്തെയും ഓരോ ക്ലാസ്സുകളിലും PSC ബുള്ളറ്റിനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷെ അതിൽ മാത്രം ഉൾപ്പെട്ടിട്ടുള്ളതാണ്. PSC ബുള്ളറ്റിൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നോട്ട് എഴുതി വെച്ചത് പഠിക്കുക. ഇനി നോട്ട് എഴുതാത്ത കുട്ടികളാണ് അല്ലെങ്കിൽ അതിന് സാധിക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മുടെ റിതം ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ചാനലിൽ എന്തുണ്ട്?
പ്ലേലിസ്റ്റിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കറണ്ട് അഫയേഴ്സ് മുഴുവൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എന്താ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് കണ്ട് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. കാരണം 20 മാർക്കല്ലേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നേടാനുള്ളത്. അപ്പോൾ ഭംഗിയായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.